ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ. CH മുഹമ്മദ് കോയയും അബൂഖാദർ കുട്ടി നഹയും ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ലീഗ് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞു വോട്ട് പിടിച്ചെന്ന ആരോപണം പരിശോധിക്കുമെന്നും യൂത്ത് ലീഗ് അധ്യക്ഷൻ പറഞ്ഞു. അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിമായിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല. അർഹതയുണ്ട്. അർഹത നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഔക്കാദർ കുട്ടി നഹ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും അത് ഞങ്ങൾക്ക് അർഹതയുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ക്ലെയിം ചെയ്ത് അത് നെഗോഷിയേറ്റ് ചെയ്യാൻ ഞങ്ങളില്ല എന്നുള്ളതാണ്. അങ്ങനെ മതം പറഞ്ഞ് വോട്ട് വാങ്ങുക എന്നുള്ളത് നമ്മുടെ സമീപനമല്ല. അത് നമ്മുടെ പ്രത്യയശാസ്ത്രത്തിനെതിരാണ്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. അത് അന്വേഷിച്ചിട്ട് അത് നമ്മൾ നിലപാടല്ല എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായ രീതിയിൽ അത് ജനങ്ങളോട് ബോധ്യപ്പെടുത്തും. വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, രണ്ട് കാര്യങ്ങൾ ആണ് യൂത്ത് ലീഗ് അധ്യക്ഷൻ പറഞ്ഞത്, മുനവർ അലി ശിഹാബ് തങ്ങൾ. ഒന്ന്, ഈ മതം പറഞ്ഞ് വോട്ട് നേടിയല്ലോ എന്നുള്ള ചോദ്യത്തോട് അത് തനിക്കറിയില്ല, അത് അന്വേഷിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന നിലപാട്. അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും യൂത്ത് ലീഗ് നിലപാട് വ്യക്തമാക്കുകയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാനുള്ള യോഗ്യത തങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ളൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിൻ്റെ ആൾക്കാർ വഹിച്ചിരുന്നു എന്ന തരത്തിലേക്ക് പറഞ്ഞ് വയ്ക്കുന്നു. എന്തായാലും ഇത് രണ്ടും, ഈ നിലപാടുകൾ രണ്ടും നമുക്ക് എങ്ങനെ കാണാം? രോഹിണി, മുസ്ലിം ലീഗിന്റെ പല സ്ഥാനാർത്ഥികളും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞു വോട്ട് പിടിക്കുന്ന സാഹചര്യം കേരളത്തിലുടനീളം കണ്ടിട്ടുണ്ട്. അതിൽ പേരാമ്പ്രയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ മതം പറഞ്ഞു വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 3 പരാതി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പലയിടങ്ങളിൽ നിന്നും, കാസർകോട്ട് നിന്നും ഇത്തരത്തിൽ മതം പറഞ്ഞു വോട്ട് പിടിക്കുന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ സഹിതമായിരുന്നു ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചത്. പക്ഷേ ഈ ചോദ്യത്തോട് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുനവർ അലി തങ്ങൾ ഇന്ന് പ്രതികരിച്ചത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് പരിശോധിക്കാം എന്ന് മാത്രമാണ്. അതായത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൃത്യമായി പുറത്തു വന്നതാണ്, ദൃശ്യങ്ങൾ പ്രചരിച്ചതാണ്. പക്ഷെ അപ്പോൾ പോലും അത് സമ്മതിക്കാൻ യൂത്ത് ലീഗ് തയ്യാറാകുന്നില്ല. അങ്ങനെയെങ്കിൽ, അങ്ങനെ മതം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരത് തിരുത്തണമെന്ന് പറയാനുള്ള ഒരു ആർജവം മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് വേണം, ലീഗിനാണ് അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗ് തന്നെ രംഗത്ത് വരികയാണ്. ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് അർഹതയുണ്ട് എന്ന് മാത്രമല്ല, മുൻപ് ഇത്തരത്തിൽ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള ലീഗ് നേതാക്കളെ കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. CH മുഹമ്മദ് കോയും അബൂഖാദർ കുട്ടി നഹയും ഒക്കെ തന്നെ ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗ് ഒട്ടും പുറകിലല്ല, ലീഗ് അർഹതയുണ്ട്, ലീഗിന് അത് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് യൂത്ത് ലീഗ് തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇതെന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗും ഒക്കെ തന്നെ രംഗത്ത് വരുന്നത്. ഇനി മാത്രമല്ല, ഈ മലബാർ മേഖലയിലൊക്കെ തന്നെ ഈ ലീഗിനും യൂത്ത് ലീഗിനും ഒക്കെ വലിയ സ്വാധീനമുണ്ട്. ഒരുപക്ഷെ UDF-നേക്കാൾ സ്വാധീനമുള്ളത് ലീഗിനാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും UDF ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറെ നിർണായകം. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ആവശ്യങ്ങളുമായി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്ന കാഴ്ചയാണ് രോഹിണി കാണാൻ സാധിക്കുന്നത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.